സുഹൃത്തുക്കളെ, സർവീസ് റോഡിന് വരുന്ന ഡ്രെയിനേജിന് മെയിൻ സ്ലാബൊക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓൾസ് കാണാം, ചെറുതും വലുതായിട്ടുള്ള ഓൾസുകളൊക്കെ. ഇതിലേക്ക് മൊബൈൽ അല്ലെങ്കിൽ ചാവി കുട്ടികളെ കാലൊക്കെ കുടുങ്ങിയാൽ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നിപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത്. ഇന്ന് കരിമ്പിൽ പ്രദേശത്ത് നമ്മുടെ ദേശീയപാതയുടെ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും സർവീസ് റോഡാണ്, അതും കംപ്ലീറ്റ് ആയി. പിന്നെ ഡ്രെയിനേജിൻ്റെ വർക്കുകളാണ്. ഡ്രെയിനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് മെയിൻ സ്ലാബ് വാർപ്പിട്ടു. ഇതുപോലുള്ള ഓൾസുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ മീറ്ററിൽ അര മീറ്റർ നീളത്തിൽ ഇങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്കറിയാം ഇതിന് പ്രത്യേകിച്ച് ഒരു നെറ്റ് കാര്യങ്ങളൊന്നുമില്ല. എന്ത് സാധനമായിക്ക് വീണാൽ അത് എടുക്കാൻ വളരെയധികം പ്രയാസമാണ്. പ്രത്യേകിച്ച് ചാവിയൊക്കെ പോയി കഴിഞ്ഞാൽ അതതിൻ്റെ ചണ്ടിയിലോ എന്തെങ്കിലും ഇലയിൻ്റെ ഇടയിലൊക്കെ കുടിക്കഴിഞ്ഞാൽ അതെടുക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. അതിനിപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ശ്രമം നടത്തുന്ന പറഞ്ഞാൽ ഗാന്ധം ഉപയോഗിച്ച് കയറ് കെട്ടിയിട്ട് കറക്റ്റ് ഇറക്കി എടുക്കുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം കൊള്ളിയോണ്ട് അങ്ങോട്ടോട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ചണ്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ എടുക്കാൻ കഴിയില്ല. നമ്മൾ ആ ചാവി കാണുകയാണെങ്കിൽ കയറ് കെട്ടുക, ഗാന്ധം ഉപയോഗിക്കുക. സ്പീക്കറിൻ്റെ ബോക്സിൻ്റെ ഒക്കെ ഗാന്ധം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഇറക്കിയിട്ട് അത് എടുക്കാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ കരിമ്പിൽ ഈ ഭാഗത്ത് ഇതുപോലെ ഒരു സ്ത്രീയുടെ മൊബൈൽ താഴേക്ക് വീണു. അത് ബൈക്ക് കറക്റ്റ് ആ ഡ്രെയിനേജിൻ്റെ ഭാഗത്തായിരുന്നു നിർത്തിയിരുന്നത്. അത് മൊബൈലുള്ളത് അതിൻ്റെ മൊബൈൽ വെച്ചിരുന്ന് വണ്ടിൻ്റെ മുൻവശത്തുള്ള ആ കവറിലായിരുന്നു. അത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആക്സിലമ തട്ടിയിട്ട് മൊബൈൽ താഴെ വീണു. അങ്ങനെ ഹോൾസിലേക്ക് പോയി കുറേ നേരം വെച്ചായിരുന്നു അന്ന് ഞങ്ങളത് എടുത്തത്. അന്ന് നമ്മുടെ അടുത്ത ഓട്ടോ സുഹൃത്തുക്കളും അവരെല്ലാവരും കൂടിയിട്ട് അന്ന് എടുത്തത് പെവീക്ക്, സൂപ്പർ കൂളിൻ്റെ പെവീക്ക് പറഞ്ഞ പശുണ്ട്. അത് ഉപയോഗിച്ച് ഒരു കൊള്ളിൻ്റെ തലക്കൽ കെട്ടിയിട്ട് ശീല ചുറ്റിയതിന് ശേഷം അത് കംപ്ലീറ്റ് പെവീക്ക് ആക്കിയതിന് ശേഷം ഇറക്കി അത് ഡിസ്പ്ലേക്ക് കുത്തിപ്പിടിച്ചാണെന്നത് ഞങ്ങൾ വല്ല ഈ ഹോൾസ് കൂടെ എടുത്തത്. എന്നതുപോലെ തന്നെ ഇന്നിപ്പോൾ കീയാണ്, ചാവിയാണ് വീണെടുക്കുന്നത്. ചാവി ആകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ എൻ്റെ അടിയിൽ പെട്ട് കഴിഞ്ഞാൽ അതെടുക്കാൻ പ്രയാസമായിരിക്കും. ഇതിപ്പോൾ ഒരു ഫാൾട്ട് ഇവിടെ വന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ കൊള്ളിട്ടൊന്ന് ഇളക്കി, അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീട് നമ്മളത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കയറ് കെട്ടി നമ്മൾ ബോക്സിൻ്റെ ഒരു ഗാന്ധം കിട്ടിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അത് ഇറക്കിയിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡ്രെയിനേജിന് മുകളിലുള്ള ഓൾസ് കുട്ടികളൊക്കെ നടന്നു വരുമ്പോൾ നമുക്കറിയാം, സ്കൂൾ വിട്ടാലും മദ്രസൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ അത് നടന്നു വരുന്നത്. എന്തായാലും കുട്ടികളെ കാല് അതിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ അതിൻ്റെ ഓൾസ് നോക്കി വലുതായിട്ടുള്ള ഓൾസും ഉണ്ട്, ചെറുതായിട്ടുള്ളതുണ്ട്. ഈ വലുതിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കാല് അങ്ങ് പോയി കഴിഞ്ഞാൽ കാലിൻ്റെ 10 മടങ്ങി അങ്ങനെ അടിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ പിന്നെ അവിടെ ക്ലിയർ ആവും. നേരാകുമ്പോൾ അവിടെ കുടുങ്ങും. അപ്പോൾ കാലിൻ്റെ നെരിയാൻ്റെ ആ ഭാഗത്തിൽ നിരമ്പൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ക്ലോസറ്റിലൊക്കെ കാല് കുടുങ്ങി രക്തം ഒലിക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ കണ്ടില്ലേ, കുട്ടികളെ കാല് കുടുങ്ങിയിട്ടുള്ളൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടില്ലേ. എന്നതുപോലെ തന്നെ ആയിരിക്കും. അതങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിക്കുമ്പോൾ കാലിൻ്റെ നെരിയാൻ്റെ ഭാഗത്തിൽ നിരമ്പ് പൊട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ ആരെയും കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ശ്രദ്ധിക്കുക. കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ പിന്നെ അതിന് പരിഹാരം കണ്ടെടുക്കുക, പെട്ടെന്ന് വലിച്ചെടുക്കാതെ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മളുടെ ഇടയിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം പുതിയ റോഡിൻ്റെ ഇരുവശത്തുമുള്ള സർവീസ് റോഡിന് ഡ്രെയിനേജ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ഇതുപോലെ ഓൾസ് ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ശ്രദ്ധിക്കണം. കാരണം നെറ്റ് ഡ്രെയിനേജിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഹോൾസ് നെറ്റ് വെക്കുക എന്നുള്ളത് പൊതുവെ ആളുകൾ എപ്പോഴും അഭിപ്രായപ്പെടുന്നൊരു കാര്യമാണ്. നമുക്കിത് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കണ്ടില്ല, അത് നെറ്റ് പറഞ്ഞാൽ ചെറിയ നെറ്റ് വെച്ചാലോ അത് കച്ചറ വെള്ളം അങ്ങോട്ട് പോകാൻ ചണ്ടി ഒടുങ്ങിയിട്ടൊക്കെ വെള്ളം പോകാതെക്കും. അതുകൊണ്ടായിരിക്കുമ്പോൾ ഹോൾസിന് ഇങ്ങനെ നെറ്റ് വെക്കാത്തത്. വലിയ 2 നെറ്റ് ഒരു പ്ലസ് വെച്ചാൽ മതി, എന്നാൽ പ്രശ്നം തീരും. അപ്പോൾ ഇത് പലയിടത്തും ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നവർ, വാഹനങ്ങൾ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ ഭാഗത്ത് നിർത്തുന്നവർ, അതുപോലെ കുട്ടികൾ സ്കൂൾക്ക് മദ്രസകൾക്ക് മറ്റുമായി കടന്നു പോകുന്ന കുട്ടികളൊക്കെ ഈ കാര്യം മാതാപിതാക്കൾ, രക്ഷിതാക്കൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട. കുട്ടികൾക്ക് ഇതൊരു പറഞ്ഞു കൊടുക്കേണ്ടതാണ്, മനസ്സിലാക്കി കൊടുക്കേണ്ടതുമാണ്. അതുപോലെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ മൊബൈൽ ഉണ്ടല്ലോ, മൊബൈൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയി. കാരണം മൊബൈൽ എന്തായാലും എടുക്കണമല്ലോ. അങ്ങനെ അത് കുറേ സമയം വെച്ച് എടുത്തു, ഡിസ്പ്ലേ പോയി. മാത്രമല്ല പൗച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുത്തിപ്പിടിച്ച് എടുക്കാമായിരുന്നു. മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം ബാക്ക് പൗച്ചും അതുപോലെ തന്നെ ഡിസ്പ്ലേക്കുള്ള ഗ്ലാസ്സിലൊന്നൊക്കെ വളരെ നല്ല കേട്ടോ. ഇതുപോലുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഇനിയിപ്പോൾ തട്ടി പൊട്ടിയാലൊക്കെ അതിനൊക്കെ വളരെ ഉപകാരപ്രദമാകും. പ്രത്യേകിച്ച് ആരെങ്കിലും ഡ്രെയിനേജിക്ക് ഇതുപോലെ വീണ് കഴിഞ്ഞാൽ അതെടുക്കാനും വളരെ സുഖകരമാവും. അപ്പോൾ നമ്മൾ സംസുക അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഇതിനെപ്പറ്റി കുറച്ചൊരു ഐഡിയ ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ സംസുക. അവരൊക്കെ ശ്രമിച്ച് നോക്കണം അവസാന ഘട്ടം. കാരണം അത് ചണ്ടിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അത് കൊള്ളിയൊക്കെ ഇട്ടിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് തിരിച്ചു നോക്കിയിട്ടും അത് കാണില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആ എടുത്ത ആളത് നീക്കിയപ്പോൾ അത് ചണ്ടിൻ്റെ ഭാഗത്തേക്ക് നീങ്ങി, അതിൻ്റെ ശേഷം അത് കാണില്ല. അപ്പോൾ കുറേ സമയമായപ്പോൾ ഇത് എടുക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മളിത് ശ്രമിച്ചിട്ടും നമ്മൾ ടോർച്ചോ കൊണ്ടുവന്ന് എല്ലാം അടിച്ച് നോക്കിയിട്ടൊന്നും ഇപ്പോൾ സാധനം തന്നെ ചാവിനെ അവിടെ കാണുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ ചാവിയൊക്കെ വീണാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കണ്ട് എന്ന് നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, ആദ്യം ഈ ഗാന്ധം പോലുള്ള കെട്ടിയിട്ട് നേരെ ഇറക്കി കൊടുക്കുക. അത് ഇങ്ങനെ നീക്കാനുള്ള ശ്രമം നടത്തരുത്.
അത് ഒരു ഭാഗത്തേക്ക് നീക്കി കൊണ്ടുള്ള ശ്രമം നടത്തുമ്പോൾ കറക്റ്റ് ആക്കുമ്പോഴത്തിന് അത് ചണ്ടിയിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ കടന്നു പോകുമ്പോൾ അഥവാ വീണ് കഴിഞ്ഞാൽ മൊബൈലാട്ടെ കീ ആട്ടെ ഈ പറഞ്ഞ പോലെ കുട്ടികളെ കാലൊക്കെ ആട്ടെ പിന്നീടാണ് നമുക്ക് പ്രയാസങ്ങൾ അറിയുക. അപ്പോൾ ഏതായാലും ഡ്രെയിനേജിൻ്റെ മുകളിലൂടെയൊക്കെ നടന്നു പോകുന്നവർ ശ്രദ്ധിക്കുക. ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ, മറ്റു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് അറിയാൻ ഉപകാരപ്രദമാകും. ഏതായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്, ഇൻഷാ അല്ലാഹ്.